കൊച്ചിയിൽ പോലീസുകാർക്ക് നേരെ യുവാക്കളുടെ ആക്രമണം. തൃക്കാക്കര സിഐയുടെ കൈക്ക് പൊട്ടലേറ്റു. മരുട്ടി ചുവടിൽ ലഹരി ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കിയ യുവാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. യുവാക്കൾ നടത്തിയ പരാക്രമണത്തിന്റെ ദൃശ്യങ്ങളും 24-ന് കിട്ടി. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നിങ്ങൾക്കും ഇല്ലേ മക്കളും മരുമക്കളൊക്കെ മക്കളും ഈ പൈസ കൊണ്ട് തന്നെയല്ലേ തിന്നുന്നത്? ഞങ്ങൾ നികുതി അടക്കുന്ന പൈസ കൊണ്ട് തന്നെയല്ലേ സാറുമാർ ഭക്ഷണം കഴിക്കുന്നത്? നികുതി എല്ലാവരും അടക്കേണ്ട സുഹൃത്തെ. എന്നിട്ട് നിങ്ങൾ വാങ്ങി തിന്നുന്നില്ലേ? നിങ്ങളുടെ സർവീസ് ആണ്, സർവൻസ് ആണ്, ജനങ്ങളുടെ സർവൻസ് ആണ്. മദ്യം കഴിച്ചോണ്ട് ഇങ്ങനെ സംസാരിക്കാൻ ഞങ്ങൾ കിടക്കുന്ന പ്രോപ്പർട്ടിയിൽ വന്നാണ് സാർ. വിഷ്ണു സുരേഷ് കൊച്ചി വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, പറയൂ. മരോട്ടിച്ചോടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ യുവാക്കൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് നാട്ടുകാർ പോലീസിനെ വിളിച്ചു പറയുന്നത്. അതനുസരിച്ച് തൃക്കാക്കര CI വിമോദും അതോടൊപ്പം മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി വാഹനത്തിലെത്തി. പിന്നീട് ഈ യുവാക്കൾ ആ പോലീസ് വാഹനത്തിന് മുൻപിൽ വന്ന് നടത്തിയ ഷോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ പോലീസിനെ തടഞ്ഞു നിർത്തിയിട്ട് ഈ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ CIയുടെ കയ്യിൽ അടക്കം പിടിച്ചു വലിച്ച് CIയുടെ വിരലിന് ഇപ്പോൾ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പ്രതികൾ പിന്നീട് അവിടെ പോലീസ് പ്രതികളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു വിടുന്നതിന് വേണ്ടിയിട്ട് ലാത്തിയടക്കം വീശിയിട്ടുണ്ട്. അതിനുശേഷം ഇവർ പോയി ഈ പോലീസുകാർ തിരികെ സ്റ്റേഷനിൽ പോയി കൂടുതൽ ഫോഴ്സുമായി എത്തിയാണ് ഈ 5 പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം ഇവർ മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. ഇവരുടെ ബാക്കി പരിശോധനകളൊക്കെ നടക്കുകയാണ്. നിലവിൽ CIയുടെ കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇവർ ഈ പ്രദേശത്തെ മോളിൽ ജോലി ചെയ്യുന്ന ആളുകളാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവർ മദ്യപിച്ചുണ്ടാക്കിയ പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസ് എത്തിയപ്പോൾ അത് ചോദ്യം ചെയ്യുകയും പിന്നീട് SIയെയും അതോടൊപ്പം CIയെയും അതോടൊപ്പം മറ്റു പോലീസുകാരെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. അതിനിടയിലാണ് CIക്ക് പരിക്ക് പറ്റിയത്. പ്രതികളെ മറ്റു നടപടി, അതായത് കോടതി നടപടികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു വരികയാണെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.